പ്രീതികര സുഹൃത്തുക്കളെ എല്ലാവർക്കും എൻട്രിയിലേക്ക് സ്വാഗതം. ഞാൻ രാജേഷ് സാർ. ലോക ചരിത്രത്തിൽ നമ്മൾ ഐക്യരാഷ്ട്രസഭ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ഇനി നമ്മൾ അങ്ങോട്ട് പഠിക്കാൻ പോകുന്നത് ഐക്യരാഷ്ട്രസഭയുടെ പ്രധാനപ്പെട്ട ഘടകങ്ങളാണ്. ഘടകങ്ങൾ എന്ന് പറയുമ്പോൾ ഐക്യരാഷ്ട്രസഭ രൂപീകരിച്ചപ്പോൾ 6 ഘടകങ്ങൾ ഉണ്ടായിരുന്നു. നിലവിൽ 5 ഘടകങ്ങളാണ്. ഒരു ഘടകത്തിന്റെ പ്രവർത്തനം അവസാനിപ്പിച്ചു. ഓർഗൻസ് ഓഫ് യുണൈറ്റഡ് നേഷൻസ് ആരംഭിച്ചാലോ? ആരംഭിക്കാം. ഐക്യരാഷ്ട്രസഭയുടെ ഘടകങ്ങൾ എന്ന് പറയുമ്പോൾ ലീഗ് ഓഫ് നാഷൻസിന്റെ ഘടകങ്ങളുമായി ചില സാമ്യമുണ്ട്. അതാണ് യാഥാർത്ഥ്യം. 6 principal organs of the United Nations Organization. First one, General Assembly. ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായി കണക്കാക്കാം. കാരണം ഐക്യരാഷ്ട്രസഭയിൽ 193 അംഗരാജ്യങ്ങളുണ്ടെന്ന് നമ്മൾ പറഞ്ഞല്ലോ. ആ 193 അംഗരാജ്യങ്ങളുടെയും പ്രതിനിധികൾക്ക് പങ്കെടുക്കാൻ കഴിയുന്ന ഒരേ ഒരു ഘടകമാണ് ജനറൽ അസംബ്ലി എന്ന് പറയുക. The main deliberative body with the equal representation for all member states. രണ്ടാ സെക്യൂരിറ്റി കൗൺസിൽ. ഐക്യരാഷ്ട്രസഭയുടെ ആ സംഘടനയുടെ അന്തിമ തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നതാണ്. അഥവാ നമ്മൾ എക്സിക്യൂട്ടീവ് ബോഡി എന്നൊക്കെ പറയില്ലേ, ഭരണസമിതി എന്ന് പറയില്ലേ, അതെ, ആ ഭരണസമിതിയാണ് സെക്യൂരിറ്റി കൗൺസിൽ എന്ന പേരിൽ അറിയപ്പെടുക. റെസ്പോൺസിബിൾ ഫോർ മെയിൻറ്റെയിനിങ് ഇന്റർനാഷണൽ പീസ് ആൻഡ് സെക്യൂരിറ്റി. ഐക്യരാഷ്ട്രസഭയുടെ രൂപീകരണ ലക്ഷ്യം തന്നെ അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷയും ഉറപ്പുവരുത്തുക എന്നാണ്. അല്ലെ? ഐക്യരാഷ്ട്രസഭ രൂപീകരിച്ചത് എന്തിനു വേണ്ടിയിട്ടാ? അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷയും ഉറപ്പുവരുത്താൻ. ആ അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷയും കാത്തു സൂക്ഷിക്കേണ്ട അധികാരം നിക്ഷിപ്തമായിരിക്കുന്ന സമിതിയാണ് രക്ഷാസമിതി അഥവാ സെക്യൂരിറ്റി കൗൺസിൽ എന്നറിയപ്പെടുക. ദെൻ തേർഡ് വൺ, സെക്രട്ടറി. ഭരണപരമായ കാര്യങ്ങൾ അഥവാ അനുദിന പ്രവൃത്തികൾ ചെയ്യേണ്ട ചുമതലയാണ് സെക്രട്ടേറിയറ്റിനുള്ളത്. അവിടെ സെക്രട്ടേറിയറ്റിൽ പ്രധാനമായിട്ടും മിനിസ്ട്രിയൽ സ്റ്റാഫ്സ് ആണ് ഉണ്ടാവുക. ഹെഡഡ് ബൈ സെക്രട്ടറി ജനറൽ. അഡ്മിനിസ്ട്രേറ്റീവ് ബോഡി ഹെഡഡ് ബൈ ദ സെക്രട്ടറി ജനറൽ. മറക്കില്ലല്ലോ. ഇനി നാലാമത്തെ ഓർഗൻ ഘടകം എന്ന് പറയുന്നത് എക്കണോമിക് ആൻഡ് സോഷ്യൽ കൗൺസിൽ. എക്കണോമിക് ആൻഡ് സോഷ്യൽ കൗൺസിൽ ലക്ഷ്യം ഇതാണ്. നമ്മുടെ ഐക്യരാഷ്ട്രസഭ എന്ന് പറയുന്നത് ലോകത്തെ ഏറ്റവും വലിയ സമാധാന സംഘടനയാണ്. അതോടൊപ്പം ലോകത്തെ ഏറ്റവും വലിയ മനുഷ്യാവകാശ സംഘടനയാണ്. മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് രൂപീകരിക്കപ്പെടുന്നതാണ് ക്ഷേമ പദ്ധതികൾ. അതുകൊണ്ട് തന്നെ ഐക്യരാഷ്ട്രസഭയും മറ്റ് രാജ്യങ്ങൾ അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി ക്ഷേമ പരിപാടികൾ ആസൂത്രണം ചെയ്യുന്നത് പോലെ തന്നെ ഐക്യരാഷ്ട്രസഭയും ക്ഷേമ പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. ആ ക്ഷേമ പരിപാടികളുടെ കോർഡിനേഷൻ നടത്തുന്ന സമിതിയാണ് ഈ എക്കണോമിക് ആൻഡ് സോഷ്യൽ കൗൺസിൽ. ഐക്യരാഷ്ട്രസഭയ്ക്ക് ക്ഷേമ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു 15 പ്രത്യേക ഏജൻസികളുണ്ട്. 15 പ്രത്യേക ഏജൻസികൾ, സ്പെഷ്യലൈസ്ഡ് ഏജൻസീസ് ഉണ്ട്. ആ സ്പെഷ്യലൈസ്ഡ് ഏജൻസീസിന്റെ ഏകോപനമാണ് ആരുടെ ചുമതല? എക്കണോമിക് ആൻഡ് സോഷ്യൽ കൗൺസിലിന്റെ ചുമതല. കോർഡിനേറ്റ്സ് എക്കണോമിക്, സോഷ്യൽ ആൻഡ് റിലേറ്റഡ് വർക്ക് ഓഫ് ദ UN ആൻഡ് ഇറ്റ്സ് ഏജൻസീസ്. ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് located in Hague, Netherlands, settles legal disputes between the states. അന്താരാഷ്ട്ര തലത്തിൽ രാജ്യങ്ങൾ തമ്മിലുള്ള തർക്കങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നിയമ സംവിധാനമാണ്, ജുഡീഷ്യൽ ബോഡിയാണ് ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് എന്ന പേരിൽ അറിയപ്പെടുക. പിന്നെ ഇത് 5ഉം നിലവിലുണ്ട്. ഐക്യരാഷ്ട്രസഭ രൂപീകരണ സമയത്ത് ഉണ്ടായിരുന്നതും നിലവിലില്ലാത്തതുമായ ഘടകമാണ് നമ്മൾ പഠിക്കുക ട്രസ്റ്റിഷിപ്പ് കൗൺസിൽ. എസ്റ്റാബ്ലിഷ് ടു ഓവർസീ ട്രസ്റ്റ് ടെറിട്ടറീസ് കറന്റ്ലി ഇനാക്റ്റീവ്. ഈ ട്രസ്റ്റിഷിപ്പ് കൗൺസിൽ രൂപീകരിച്ചതിന്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല. രണ്ടാം ലോക മഹായുദ്ധം കഴിഞ്ഞതിന് ശേഷം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, രണ്ടാം ലോക മഹായുദ്ധാനന്തരം 2 ധ്രുവ ലോകങ്ങളായി മാറിയത് അമേരിക്കയും USSRുമായിരുന്നു. അമേരിക്കയും USSRും കോളനിവൽക്കരണത്തിന് എതിരായിരുന്നു. അതുകൊണ്ട് തന്നെ യൂറോപ്യൻ രാജ്യങ്ങളോട് കോളനിവൽക്കരണം അവസാനിപ്പിക്കണമെന്നും കോളനി രാജ്യങ്ങൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കണമെന്നും ആരാവശ്യപ്പെട്ടു? നമ്മുടെ അമേരിക്കയും USSR ആവശ്യപ്പെട്ടു. അങ്ങനെ യൂറോപ്യൻ രാജ്യങ്ങൾ കോളനികൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കാൻ തീരുമാനിച്ചു. ചില കോളനികൾ ഇന്ത്യ പോലെ സ്വയം പര്യാപ്തമായിരുന്നു. അധികാരം കൈമാറാൻ കോളനികൾക്ക് അധികാരം കൈമാറണമല്ലോ. അതുവരെ ഭരിച്ചിരുന്ന സാമ്രാജ്യത്വ ശക്തികൾ കോളനികൾക്ക് അധികാരം കൈമാറുമ്പോൾ
മിക്കവാറും രാജ്യങ്ങൾ ആ അധികാര കൈമാറ്റം കൃത്യമായി ഉപയോഗപ്പെടുത്തുവാൻ കെൽപ്പുള്ള ജനതയായിരുന്നു. എന്നാൽ ചില രാജ്യങ്ങളാകട്ടെ പരമാധികാരം രൂപീകരിക്കാൻ കെൽപ്പില്ലാത്ത രാജ്യങ്ങളായിരുന്നു. അത്തരം കോളനികളെ ആരേറ്റെടുത്തു? ഐക്യരാഷ്ട്രസഭ ഏറ്റെടുത്തു. എന്തിനു വേണ്ടി ഏറ്റെടുത്തു? കാലക്രമേണ അവിടുത്തെ ജനങ്ങൾക്ക് കൃത്യമായി പരിശീലനം നൽകി പക്വമായ ഒരു ഗവൺമെന്റ്, ഒരു പരമാധികാര രാജ്യം രൂപീകരിക്കുന്നതിന് വരെ സഹായിക്കുക. അങ്ങനെ 11 രാജ്യങ്ങളായിരുന്നു ഈ ട്രസ്റ്റിഷിപ്പ് കൗൺസിൽ കീഴിൽ ഉണ്ടായിരുന്നത്. പതിയെ അവരെ ഉന്നതിയിലേക്ക് കൊണ്ടുവന്നു. ഒരു പരമാധികാര രാജ്യം സ്ഥാപിക്കുവാൻ അവിടുത്തെ ജനങ്ങളെ പ്രാപ്തരാക്കി. പ്രാപ്തരാക്കിയതിനു ശേഷം അവർക്ക് സ്വാതന്ത്ര്യം നൽകുകയാണ്. അങ്ങനെയുള്ള 11 ഭൂപ്രദേശങ്ങൾ ഉണ്ടായിരുന്നു. 11ാമത് ഏറ്റവും അവസാനമായിട്ട് 1994 ഒരു ട്രസ്റ്റ് ഭൂപ്രദേശം കൂടെ സ്വതന്ത്രമായതോടുകൂടി പിന്നെ ഈ ട്രസ്റ്റിഷിപ്പ് കൗൺസിലിന്റെ ആവശ്യകതയില്ലാതായി. അതുകൊണ്ടാണ് ട്രസ്റ്റിഷിപ്പ് കൗൺസിൽ അവസാനിപ്പിക്കുക. മനസ്സിലായോ? ഓക്കെ, അപ്പൊ നോക്കാം. പ്രധാനപ്പെട്ട ഐക്യരാഷ്ട്രസഭയുടെ ഘടകങ്ങൾ. 6 പ്രിൻസിപ്പൽ ഓർഗൻസ് ഓഫ് ദ യുണൈറ്റഡ് നേഷൻസ്. ഫസ്റ്റ് വൺ ജനറൽ അസംബ്ലി. മെയിൻ deliberative body with equal representation for all member states. Secretary Council are responsible for maintaining international peace and security. Secretary, administrative body headed by the Secretary General. Economic and Social Council coordinate economic, social, and related works of UN and its agencies. International Court of Justice, located in Hague, Netherlands, settles legal disputes between the states. Trusteeship Council established to oversee trusted territories, currently inactive. ഇനി ഓരോന്നും നമുക്ക് വിശദമായി പരിശോധിക്കാം. പൊതുവായിട്ടുള്ള കാര്യം, നമ്മുടെ ട്രസ്റ്റിഷിപ്പ് കൗൺസിൽ ഇപ്പൊ നിലവിലില്ലല്ലോ. അതേക്കുറിച്ച് ആദ്യം നമ്മൾ പഠിച്ച് അവസാനിപ്പിച്ചിട്ട് മുന്നോട്ട് പോകാം. ഓക്കെ, ഹെഡ്ക്വാർട്ടേഴ്സ് ഓഫ് ഓൾ പ്രിൻസിപ്പൽ ഓർഗൻസ് എക്സെപ്റ്റ് ദ ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് അറ്റ് ന്യൂയോർക്ക്. ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിന്റെ ആസ്ഥാനം മാത്രമാണ് ഇവിടെ ഹേഗിലുള്ളത്. ബാക്കി ഐക്യരാഷ്ട്രസഭയുടെ എല്ലാ ഘടകത്തിന്റെ ആസ്ഥാനം ഇവിടെ തന്നെയാണ്, ന്യൂയോർക്ക് തന്നെയാണ്. അത് ദയവായി ഓർമ്മിക്കാം. അതുകൊണ്ടാണ് ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിന്റെ ആസ്ഥാനം മാത്രം നമ്മളിവിടെ ഹേഗ് എന്ന് പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞത്. മനസ്സിലായോ? ഓക്കെ, അപ്പൊ ഹെഡ്ക്വാർട്ടേഴ്സ് ഓഫ് ഓൾ പ്രിൻസിപ്പൽ ഓർഗൻസ് എക്സെപ്റ്റ് ദ ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് ന്യൂയോർക്ക്. ഹെഡ്ക്വാർട്ടേഴ്സ് ഓഫ് ദ ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് അറ്റ് ഹേഗ്, നെതർലൻഡ്. ആക്റ്റീവ് ഓർഗൻ ട്രസ്റ്റിഷിപ്പ് കൗൺസിൽ. ഞാൻ നിങ്ങളോട് പറഞ്ഞു, രണ്ടാം ലോക മഹായുദ്ധാനന്തരം കോളനികൾ സ്വതന്ത്രമാക്കപ്പെട്ടു. അത്തരം കോളനികൾക്ക് പരമാധികാര രാജ്യം സ്ഥാപിക്കാൻ ആ രാജ്യത്തെ ജനങ്ങൾക്ക് കെൽപ്പില്ലാത്ത രാജ്യങ്ങളെ ഐക്യരാഷ്ട്രസഭ ട്രസ്റ്റ് ഭൂപ്രദേശങ്ങളായിട്ട്. ഓക്കെ, റെസ്പോൺസിബിൾ ഫോർ അഡ്മിനിസ്ട്രേറ്റിംഗ് 11 trusted territories under UN supervision. Ceased operation in 1994 as all territories gained independence. ഈ ട്രസ്റ്റ് ഭൂപ്രദേശങ്ങൾ സ്വതന്ത്രമായതോടുകൂടി ട്രസ്റ്റിഷിപ്പ് കൗൺസിലിന്റെ പ്രവർത്തനം നിലച്ചു അല്ലെങ്കിൽ അവസാനിപ്പിച്ചു എന്ന് പറയുന്നതാണ് ശരി. ഓക്കെ അല്ലെ? റെസ്പോൺസിബിൾ ഫോർ അഡ്മിനിസ്ട്രിങ് 11 trusted territories under UN supervision. Ceased operation in 1994 as all territories gained independence. സെറ്റ് അല്ലേ? ഇനി നമ്മൾ ഓരോ സമിതിയും, ഇപ്പം നിലവിൽ പ്രവർത്തിക്കുന്ന ഓരോ സമിതിയും നമ്മൾ പഠിക്കണം. 5 ഘടകങ്ങളാണ് ഇപ്പം നിലവിൽ പ്രവർത്തിക്കുന്നത്. അതിനെക്കുറിച്ച് വിശദമായിട്ട് നമ്മൾ നോക്കുകയാണ്. ഓക്കെ, ആദ്യം ജനറൽ അസംബ്ലി, ദ ലാർജസ്റ്റ് ഓർഗൻ ഓഫ് യുണൈറ്റഡ് നേഷൻസ്. ഇവിടെ ലാർജ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വലുത് എന്നർത്ഥം. അധികാര പരിധി കൊണ്ടുള്ള വലുതല്ല, മറിച്ച് അംഗങ്ങളുടെ എണ്ണം കൊണ്ട് വലുത് കേട്ടോ. ദ ലാർജസ്റ്റ് ഓർഗൻ ഓഫ് ദ യുണൈറ്റഡ് നേഷൻസ് ജനറൽ അസംബ്ലി, ഹെഡ്ക്വാർട്ടേഴ്സ് അറ്റ് ന്യൂയോർക്ക്. അത് തന്നെ നമുക്ക് അറിയാവുന്നതാണ്. ഓക്കെ അല്ലേ? മറക്കില്ലല്ലോ. എ ഫോറം വെയർ representatives of all member states meet to discuss and deliberate on various international issues. അന്തർദേശീയ തലത്തിൽ ഓരോ രാജ്യങ്ങളിലെ ആഭ്യന്തര കാര്യങ്ങൾ മറ്റു രാജ്യങ്ങളുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ അത്തരം ആഭ്യന്തര കാര്യങ്ങളും അന്തർദേശീയ തലത്തിലെ ആശയങ്ങളോ സംഘടനകളോ ഒക്കെ ചർച്ച ചെയ്ത് പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ലോകരാജ്യങ്ങൾ പങ്കെടുക്കുന്ന ഒരു സമ്മേളനമാണ് ഈ ജനറൽ അസംബ്ലി എന്ന് പറയുന്നത്. ഓക്കെ അല്ലെ? അംഗരാഷ്ട്രങ്ങളിലെ പ്രതിനിധികൾ സമ്മേളിച്ച് വിവിധ വിഷയങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുന്ന ഒരു വേദിയാണ് ജനറൽ അസംബ്ലി. ജനറൽ അസംബ്ലിയുടെ കീഴിൽ ഒരു 6 ഉപകമ്മിറ്റികളുണ്ട്. അത് ഏതൊക്കെയെന്ന് നമുക്ക് പഠിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് 6 കമ്മിറ്റികൾ ഉണ്ടെന്ന് മാത്രം പഠിച്ചാൽ മതി. ദ ഫസ്റ്റ് സെഷൻ ഹെൽഡ് ഓൺ 10th January 1946 at ലണ്ടൻ. ഐക്യരാഷ്ട്രസഭയുടെ
രൂപീകരണം നടക്കുന്നത് 1945 ഒക്ടോബർ 24 തീയതിയാണ് പ്രാബല്യത്തിൽ വരിക അല്ലെ. ആദ്യ ഔദ്യോഗിക സമ്മേളനം നടന്നത് ലണ്ടനിൽ വെച്ചായിരുന്നു. ഏത് വർഷം? 1946 നമ്മൾ പറഞ്ഞു. ഔദ്യോഗിക പൊതുസമ്മേളനം നടക്കുന്നത് 1946 ലണ്ടനിൽ വെച്ച്, കൃത്യമായി പറഞ്ഞാൽ ജനുവരി മാസം 10 തീയതി. സെറ്റ് അല്ലേ? അപ്പൊ ജനറൽ അസംബ്ലി, ദ ലാർജസ്റ്റ് ഓർഗൻ ഓഫ് ദ യുണൈറ്റഡ് നേഷൻസ്, ഹെഡ്ക്വാർട്ടേഴ്സ് അറ്റ് ന്യൂയോർക്ക്, a forum where representatives of all member states meet to discuss and deliberate on various international issues. Number of committees, 6. First session held on 10th January 1946 at London. ഇത് ബേസിക് ഐഡിയ ആണ്. അപ്പോൾ ലോകത്തെ എല്ലാ രാജ്യങ്ങളിലെ പ്രതിനിധികളും അവർക്ക് താല്പര്യമുള്ള വിഷയങ്ങളെക്കുറിച്ച്, അന്തർദേശീയ വേദിയിൽ ശ്രദ്ധയാകർഷിക്കാൻ ആവശ്യമായ വിഷയങ്ങളെക്കുറിച്ച് ചർച്ച നടത്തുന്ന പൊതുവേ. അതുകൊണ്ട് എല്ലാ രാജ്യങ്ങളെയും പ്രതിനിധികൾ പങ്കെടുക്കില്ലേ? പങ്കെടുക്കും. പ്രതിനിധികൾ, റെപ്രസെന്റേറ്റീവ്സ് പങ്കെടുക്കും. അതുകൊണ്ട് തന്നെ ലോക പാർലമെന്റ് എന്ന് വിളിക്കാറുണ്ട്. രാഷ്ട്രങ്ങളുടെ പാർലമെന്റ് എന്ന് വിളിക്കാറുണ്ട്. ലോകത്തെ എല്ലാ രാജ്യങ്ങളും പങ്കെടുക്കുന്ന സമ്മേളന നഗരി എന്ന് വിളിക്കാറുണ്ട്. ഐക്യരാഷ്ട്രസഭയുടെ കാര്യങ്ങൾ, ചില കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്ത് തീരുമാനിക്കുന്ന ഈ പൊതുസഭയിൽ വെച്ചായതുകൊണ്ട് ഐക്യരാഷ്ട്രസഭയുടെ കാര്യവിചാര സഭ എന്നറിയപ്പെടുന്നതും എന്ത് തന്നെയാണ്? പൊതുസഭ തന്നെയാണ്. പക്ഷെ കാര്യങ്ങൾ തീരുമാനിക്കണമെന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും കാര്യങ്ങൾ ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയിൽ തീരുമാനിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ പങ്കെടുക്കുന്ന അംഗങ്ങളുടെ 2/3 പേര് അംഗീകരിക്കണം. അതിന് നമ്മൾ സ്പെഷ്യൽ മെജോറിറ്റി എന്നാണ് പറയുക. പ്രധാന തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ വേണ്ടി ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷം എന്താണ്? 2/3 ഭൂരിപക്ഷം വേണം, അഥവാ സ്പെഷ്യൽ മെജോറിറ്റി വേണമെന്ന് നമ്മൾ പറയാം. നോക്കാം. ഓഫൻ ഡിസ്ക്രൈബ് ആസ് എ വേൾഡ് പാർലമെന്റ്. ജനറൽ അസംബ്ലി എന്ത് പേരിൽ അറിയപ്പെടുക? വേൾഡ് പാർലമെന്റ് എന്നറിയപ്പെടുന്നു. ആക്ട്സ് ആസ് എ പാർലമെന്റ് ഓഫ് ദ നേഷൻസ്. ആക്ട് ആസ് ദ പാർലമെന്റ് ഓഫ് നേഷൻ. കാൾഡ് ദ മീറ്റിംഗ് സിറ്റി ഓഫ് ദ വേൾഡ്. ലോകത്തിന്റെ സമ്മേളന നഗരി. Functions as the UN's main deliberative body. Function as the UN's main deliberative body. ഐക്യരാഷ്ട്രസഭയുടെ പ്രധാന കാര്യവിചാര സഭയായി പ്രവർത്തിക്കുക. Majority required to pass important decisions. 2/3 majority or a special majority or special majority. പങ്കെടുത്ത അംഗങ്ങളുടെ 2/3 പേര് അംഗീകരിച്ചാൽ മാത്രമേ തീരുമാനങ്ങൾ പാസ്സാക്കാൻ കഴിയുകയുള്ളൂ. ബേസിക് ഐഡിയ ആണ്. പ്രത്യേകിച്ച് ഒന്ന് വായിച്ചു വെച്ചാൽ മതി. നമ്മൾ ക്വസ്റ്റ്യൻ ആണ് എഴുതിക്കോളും അല്ലെ. often described as the world parliament, act as the parliament of nations, called the meeting city of the world, functions as the UN's main deliberative body, majority required to pass important decisions, 2/3. The only UN organ with a representation from all member states. ഐക്യരാഷ്ട്രസഭയിലെ അംഗരാജ്യങ്ങളിലെ എല്ലാ അംഗരാജ്യങ്ങളിലെ പ്രതിനിധികൾക്കും പങ്കെടുക്കാൻ കഴിയുന്ന ഒരേ ഒരു ഐക്യരാഷ്ട്രസഭ ഘടകമാണ് പൊതുസഭയെന്നും. ഓൾ മെമ്പർ സ്റ്റേറ്റ് ഹാവ് ഈക്വൽ സ്റ്റാറ്റസ്. എല്ലാ അംഗരാജ്യങ്ങൾക്കും തുല്യ പദവിയാണ് എന്തിലുള്ളത്? ഐക്യരാഷ്ട്രസഭയിലെ പൊതുസഭയിലുള്ളത്. എല്ലാ അംഗരാഷ്ട്രങ്ങൾക്കും തുല്യ പ്രാധാന്യം. ഓരോ രാജ്യങ്ങൾക്കും അവിടുത്തെ രാജ്യങ്ങളുടെ പ്രതിനിധികളായ 5 പേരെ തിരഞ്ഞെടുക്കുന്ന പ്രതിനിധികളാണെന്നും നിർബന്ധമില്ല. ആ രാജ്യത്തിന് 5 ആൾക്കാരെ പൊതുസഭയിലേക്ക് അയക്കാം. Representation per country, 5 delegates. Members can speak in any language. ഓരോ രാജ്യങ്ങളിൽ നിന്ന് 5 അംഗങ്ങളെ വീതം പങ്കെടുപ്പിക്കാം. ഈ പ്രതിനിധികൾക്ക് ഐക്യരാഷ്ട്രസഭ പൊതുസഭയിൽ ഏത് ഭാഷയിൽ വേണമെങ്കിലും പ്രസംഗിക്കാം. മറ്റുള്ളവർക്ക് അതെപ്പോഴെങ്ങനെ മനസ്സിലാവും? അവിടെ ട്രാൻസ്ലേറ്റർ ഉണ്ടാവും. അപ്പൊ ഏത് ഭാഷയിലാണ് പ്രസംഗിക്കുന്നത് മുൻകൂട്ടി പറയണം. അതിനനുസരിച്ച് അവിടെ ആരുണ്ടാവും? ട്രാൻസ്ലേറ്റർ ഉണ്ടാവും. ഏത് ഭാഷയിൽ വേണമെങ്കിലും പ്രസംഗിക്കാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു അല്ലെ. ഐക്യരാഷ്ട്രസഭയിൽ ഹിന്ദിയിൽ പ്രസംഗിച്ച ആദ്യ ഇന്ത്യക്കാരൻ അല്ലെങ്കിൽ ആദ്യ വ്യക്തി എന്ന് പറയുന്നത് അടൽ ബിഹാരി വാജ്പേയിയാണ്. രണ്ടാമത് ഹിന്ദിയിൽ പ്രസംഗിച്ചതോ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആദ്യമായി മലയാളത്തിൽ പ്രസംഗിച്ചതോ മാതാ അമൃതാനന്ദമയി അല്ലെ. ആദ്യമായി തമിഴിൽ പ്രസംഗിച്ചതോ മഹീന്ദ്ര രാജപക്സെ ആണ്. അപ്പോ ഇന്ത്യയെ പ്രതിനിധീകരിച്ച്, ഇന്ത്യയെ പോലെ ഐക്യരാഷ്ട്രസഭയിലെ 193 അംഗരാജ്യങ്ങളുണ്ട്. ഈ 193 അംഗരാജ്യങ്ങൾക്കും തുല്യ പരിഗണനയാണുള്ളത്. ഓരോ രാജ്യങ്ങൾക്കും 5 പ്രതിനിധികളെ വീതം അയക്കാം. ഈ പ്രതിനിധികൾക്ക് ഏത് ഭാഷയിൽ വേണമെങ്കിലും പ്രസംഗിക്കാം. പക്ഷേ നമ്മൾ പറഞ്ഞല്ലോ, പൊതുസഭയുടെ തീരുമാനങ്ങൾ വോട്ടെടുപ്പിലൂടെയാണ് പാസ്സാക്കണോ വേണ്ടതെന്ന് തീരുമാനിക്കാം. 2/3 ഭൂരിപക്ഷം വേണമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവിടെ 5 വോട്ടില്ല ഒരു രാജ്യത്തിന്. ഒരു രാജ്യത്തിന് 1 വോട്ടേ ഉള്ളൂ. പ്രതിനിധികൾ 5 പേർക്ക് പോകാമെങ്കിലും ഈ 5 പേരോട് ചർച്ച ചെയ്ത് ഒരു രാജ്യത്തിന്റെ വോട്ടായിട്ട് ഒരെണ്ണം മാത്രമേ വോട്ടിടാൻ പാടുള്ളൂ. ഈച്ച് കൺട്രി ഹാസ് 1 വോട്ട് ഓൺലി. ഓക്കെ അല്ലേ. ഇനി
വർഷത്തിൽ ഒരു തവണയെങ്കിലും സമ്മേളിച്ചിരിക്കണം എന്നതാണ് കണക്ക്. മസ്റ്റ് മീറ്റ് അറ്റ്ലീസ്റ്റ് once a year. സാധാരണഗതിയിൽ ഐക്യരാഷ്ട്രസഭ പൊതുസഭ സമ്മേളിക്കുന്നത് സെപ്റ്റംബർ മാസമാണ്. ഇനി പ്രത്യേകിച്ച് എന്തെങ്കിലും എമർജൻസി വരികയാണെങ്കിൽ മാത്രമേ അതിൽ കൂടുതൽ സമ്മേളിക്കാറുള്ളൂ. സാധാരണത്തിൽ എല്ലാ വർഷവും സെപ്റ്റംബർ മാസമാണ് സമ്മേളിക്കുക. അത് നമുക്ക് തുടർന്ന് പഠിക്കാം. അപ്പോൾ ഒന്നുകൂടെ നമുക്ക് റിവിഷൻസ് ഉറപ്പിച്ചാലോ? The only UN organ with a representation from all member states. All member states have equal status. A representation per country, 5 delegates. Members can speak in any language. Each country has one vote only. Must meet at least once in a year. Okay അല്ലേ? ഇനി അടുത്ത് പറയുന്നു ജനറൽ അസംബ്ലി ഫങ്ഷൻസ്. പൊതുസഭയുടെ പ്രധാനപ്പെട്ട പ്രവർത്തികൾ അഥവാ ചുമതലകൾ നമുക്ക് നോക്കാം. പ്രൊട്ടക്ടിങ് ഹ്യൂമൻ റൈറ്റ്സ്, മനുഷ്യാവകാശ സംരക്ഷണം. 2, അപ്രൂവിംഗ് മെമ്പർഷിപ്പ് ഓഫ് ന്യൂ നേഷൻസ്. ഐക്യരാഷ്ട്രസഭയിൽ ഏതെങ്കിലും രാജ്യത്തെ പുതുതായിട്ട് അംഗമായി ചേർക്കണമെങ്കിൽ അത് വോട്ടെടുപ്പിലൂടെ പാസ്സാക്കേണ്ടത് പൊതുസഭയാണ്. ഐക്യരാഷ്ട്രസഭയുടെ രണ്ടാമത്തെ ഘടകമാണ്, രണ്ടാമത്തെ ഓർഗനാണ് രക്ഷാസമിതി. ആ രക്ഷാസമിതിയിൽ സ്ഥിരാംഗങ്ങൾ 5 പേരും താൽക്കാലികങ്ങൾ 10 പേരും ഉണ്ട്. ആ താൽക്കാലിക അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് പൊതുസഭയാണ്. ഇലക്ടിംഗ് ടെമ്പററി മെമ്പേഴ്സ് ഓഫ് ദ സെക്യൂരിറ്റി കൗൺസിൽ. ഇലക്ടിംഗ് ടെമ്പററി മെമ്പേഴ്സ് ഓഫ് ദ സെക്യൂരിറ്റി കൗൺസിൽ. ആക്ടിംഗ് ആസ് എ ലെജിസ്ലേറ്റീവ് ബോഡി ഫോർ UN പോളിസീസ്. ഐക്യരാഷ്ട്രസഭയുടെ നിയമനിർമ്മാണ സഭയായി പ്രവർത്തിക്കുക, പാർലമെന്റ് പോലെ പ്രവർത്തിക്കുക. അതാണല്ലോ നമ്മൾ അതിനെ ലോക പാർലമെന്റ് എന്ന് വിളിച്ചത്, അല്ലെ? ലോകത്തിന്റെ സമ്മേളനം എന്ന രീതിയിൽ വിളിച്ചത്. എക്സർസൈസിംഗ് കൺട്രോൾ ഓവർ ദ UN ബഡ്ജറ്റ്. ഐക്യരാഷ്ട്രസഭയുടെ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നതും ബഡ്ജറ്റ് പാസ്സാക്കേണ്ടതും ബഡ്ജറ്റിൽ പറയുന്ന കാര്യങ്ങൾ കൃത്യമായി നിർവഹിക്കേണ്ടതും ആരുടെ ചുമതലയാണ്? പൊതുസഭയുടെ ചുമതലയാണ്. ബഡ്ജറ്റ് അവതരിപ്പിച്ച് പാസ്സാക്കുന്നവിടെ വെച്ചാണ്, പൊതുസഭയിൽ വെച്ചാണ്. ഓക്കെ അല്ലേ? അപ്പോൾ ജനറൽ അസംബ്ലി ഫങ്ഷൻസ്: പ്രൊട്ടക്ടിംഗ് ഹ്യൂമൻ റൈറ്റ്സ്, അപ്രൂവിംഗ് മെമ്പർഷിപ്പ് ഓഫ് ന്യൂ നേഷൻസ്, electing temporary members of the Security Council, acting as a legislative body for UN policies, exercising control over the UN budget, controlling over the budget. ആനുവൽ സെഷൻ. സാധാരണ ഞാൻ പറഞ്ഞു ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയുടെ സമ്മേളനം സെപ്റ്റംബറിൽ നടക്കാന്ന് പറഞ്ഞു അല്ലെ? അവിടെ ഒരു കാര്യം കൂടെ ചേർത്ത് നമുക്ക് പഠിക്കേണ്ട ആവശ്യമുണ്ട്. ആനുവൽ സെഷൻ begin on the first Tuesday after 1st September and continue for 2 weeks. സെപ്റ്റംബർ മാസം ആദ്യ ചൊവ്വാഴ്ച. സെപ്റ്റംബർ 1 ശേഷം വരുന്ന ആദ്യ ചൊവ്വ. സെപ്റ്റംബർ 1 ചൊവ്വയാണെങ്കിൽ കണക്കാക്കില്ല. സെപ്റ്റംബർ 1 കഴിഞ്ഞ് വരുന്ന ആദ്യ ചൊവ്വാഴ്ച മുതൽ 14 ദിവസക്കാലമാണ് ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയുടെ സമ്മേളനം നടക്കുക. ഓക്കെ അല്ലേ? അപ്പോ ജനറൽ അസംബ്ലിയുടെ ആനുവൽ സെഷൻസ് begin on the first Tuesday after 1st September and continue for 2 weeks. First President Paul Henry Spaga. ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയിൽ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വ്യക്തി എന്ന് പറയുന്നത് പോൾ ഹെൻറി സ്പാഗ എന്ന ബെൽജിയം പൗരനാണ്. ഫസ്റ്റ് ഫീമെയിൽ പ്രസിഡന്റ്, ഫസ്റ്റ് ഇന്ത്യൻ പ്രസിഡന്റ്. ഈ 2 വസ്തുതകൾക്കും അവകാശിയായി മാറിയത് വിജയലക്ഷ്മി പണ്ഡിറ്റാണ്. ഐക്യരാഷ്ട്രസഭ പൊതുസഭയിൽ പ്രസിഡന്റായ ആദ്യ വനിതയും ആദ്യ ഇന്ത്യനും വിജയലക്ഷ്മി പണ്ഡിറ്റാണ്. ഏത് വർഷമാണ് പ്രസിഡന്റ് ആവുന്നത്? 1953. ഇമ്പോർട്ടന്റ് ആണ്. ഐക്യരാഷ്ട്രസഭ പൊതുസഭയിൽ പ്രസിഡന്റ് ആയ ആദ്യ വ്യക്തി എന്ന് പറയുന്നത് ബെൽജിയം പൗരനായ പോൾ ഹെൻറി സ്പാഗ ആണ്. ആദ്യ വനിതാ പ്രസിഡന്റ് അല്ലെങ്കിൽ ആദ്യ ഇന്ത്യൻ എന്ന് പറയുന്നത് വിജയലക്ഷ്മി പണ്ഡിറ്റാണ് 1953. ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയിൽ പ്രസിഡന്റ് ആകുന്ന ഒരു വ്യക്തിക്ക് 1 വർഷമാണ് ഭരണകാലാവധി ഉണ്ടാവുക. ടേം ഓഫ് ഓഫീസ് ഫോർ ദ പ്രസിഡന്റ് ആൻഡ് വൈസ് പ്രസിഡന്റ് ഓഫ് ദ ജനറൽ അസംബ്ലി 1 year. സെപ്റ്റംബറിലെ സമ്മേളനത്തിൽ തിരഞ്ഞെടുക്കപ്പെടും. അടുത്ത സമ്മേളനം ആകുമ്പോഴേക്കും കാലാവധി അവസാനിക്കും. മനസ്സിലാവും? ഒന്നുകൂടെ റിവിഷൻ ചെയ്താലോ? ആനുവൽ സെഷൻ begin on the first Tuesday after 1st September and continue for 2 weeks. First President Paul Henry Spaga, Belgian citizen. First female or Indian President Vijayalakshmi Pandit, elected in 1953. Term of the office of the President and Vice President of the General Assembly 1 year. ഇനി ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയുടെ ലോകത്ത് തന്നെ
എന്താണ് അഭിമാനത്തിലേക്ക് നയിച്ച പ്രധാനപ്പെട്ട 2 തീരുമാനങ്ങളാണ് നമുക്കിനി പഠിക്കേണ്ടത്. ഡിക്ലറേഷൻ ഓഫ് ദ റൈറ്റ്സ് ഓഫ് ദ ചൈൽഡ്. Declaration of the Rights of the Child, adopted by United Nations in 1959, defines the rights of the children to protection, education, health care, housing, adequate nutrition. കുട്ടികളുടെ അവകാശ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് കുട്ടികളുടെ അവകാശങ്ങളുടെ പ്രഖ്യാപനം ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭ നടത്തിയത് 1959. ഇതാണ് എന്ത് പേരിൽ അറിയപ്പെടുക? ഡിക്ലറേഷൻ ഓഫ് ദ റൈറ്റ്സ് ഓഫ് ദ ചൈൽഡ് എന്ന പേരിൽ അറിയപ്പെടുക. ഡിക്ലറേഷൻ ഓഫ് ദ റൈറ്റ്സ് ഓഫ് ദ ചൈൽഡ് പ്രഖ്യാപിച്ചത് 1951 UN ജനറൽ അസംബ്ലിയാണ്. അവിടെ കുട്ടികളുടെ അവകാശങ്ങളായി കണക്കാക്കുന്നത് പ്രധാനപ്പെട്ട 5 കാര്യങ്ങളാണ്. എന്തൊക്കെ? സംരക്ഷണം, വിദ്യാഭ്യാസം, ആരോഗ്യ സംരക്ഷണം, പാർപ്പിടം, പിന്നെ നല്ല പോഷകാഹാരം. ആഹാരം എന്നുള്ള പറയുക, നല്ല പോഷകാഹാരം. ഈ 5 കാര്യങ്ങളാണ് കുട്ടികളുടെ അവകാശങ്ങളായിട്ട് ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭ 1959 പ്രഖ്യാപിച്ചത്. ഡിക്ലറേഷൻ ഓഫ് ദ റൈറ്റ്സ് ഓഫ് ദ ചൈൽഡ് adopted by United Nations or a General Assembly in 1959 defines the rights of children to protection, education, health care, housing and adequate nutrition. ഇതുപോലെ മറ്റൊരു പ്രഖ്യാപനമാണ് അടുത്ത നമ്മൾ പറയുക. ബാലാവകാശ സംരക്ഷണം. കൺവെൻഷൻ ഓൺ ദ റൈറ്റ്സ് ഓഫ് ദ ചൈൽഡ്. കൺവെൻഷൻ ഓൺ ദ റൈറ്റ്സ് ഓഫ് ദ ചൈൽഡ്. ബാലാവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി എന്ത് ചെയ്യാം എന്ന് ചർച്ച ചെയ്യുന്നതിന് വേണ്ടി സമ്മേളനം. ഇന്റർനാഷണൽ ട്രീറ്റി കൺസേണിംഗ് ചിൽഡ്രൻസ് റൈറ്റ് അഡോപ്റ്റഡ് ഇൻ 1989. കൺവെൻഷൻ ഓൺ റൈറ്റ്സ് ഓഫ് ദ ചൈൽഡ്. ഇന്റർനാഷണൽ ട്രീറ്റി കൺസേണിംഗ് ചിൽഡ്രൻസ് റൈറ്റ് അഡോപ്റ്റഡ് in 1989. The UN General Assembly held a special session for children in 2002. ഐക്യരാഷ്ട്രസഭ ബാലാവകാശങ്ങളെ സംബന്ധിച്ചുള്ള അന്താരാഷ്ട്ര പ്രഖ്യാപനം നടത്തുന്നത് 1989 അതിന്റെ ഭാഗമായി കുട്ടികൾക്ക് വേണ്ടി ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭ പ്രത്യേക സമ്മേളനം വിളിച്ചു ചേർത്തത് 2002. കുട്ടികൾക്ക് വേണ്ടി കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് കുട്ടികളുടെ സ്വാതന്ത്ര്യം വിഭാവനം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് The UN General Assembly held a special session for children in 2002. മറന്നു പോകല്ലേ. ഒന്നര നമുക്ക് റിവിഷൻ ചെയ്ത് ഉറപ്പിച്ചാലോ? Declaration of the Rights of the Child adopted by United Nations in 1959 defines the rights of children to protection, education, health care, housing and adequate nutrition. Convention on the Rights of the Child, CRC. International Treaty concerning children's rights adopted in 1989. The UN General Assembly held a special session for children in 2002. അപ്പോൾ ഐക്യരാഷ്ട്രസഭയുടെ ഘടകങ്ങൾ ഏതൊക്കെയാണ് എന്ന് നമ്മൾ പറഞ്ഞിട്ട് നിലവിലുള്ള 5 ഘടകങ്ങൾ വിശദമായി പഠിക്കണമെന്ന് പറഞ്ഞു. അതിൽ ജനറൽ അസംബ്ലി നമ്മൾ ഇന്നേ ദിവസം പഠിച്ചുറപ്പിച്ചു. അടുത്ത ക്ലാസ്സിൽ രക്ഷാസമിതിയും സെക്രട്ടേറിയറ്റും നമുക്ക് പഠിച്ചുറപ്പിക്കാം. അപ്പോൾ ഇത് കൃത്യമായി പഠിച്ചു വരിക. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ബൈ ബൈ.